Assalamualaikum, welcome back to our channel. ഇന്നത്തെ റെസിപ്പി ഒരു ക്യാരറ്റ് പോളയുടെയാണ്. കുറച്ച് മുന്നേ ഒരു വ്ളോഗ് ഇട്ടപ്പോൾ അതിൽ ഇതുപോലെ ഞാനൊരു ക്യാരറ്റ് പോളയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള റെസിപ്പിയാണത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ക്യാരറ്റ് പോള ഉണ്ടാക്കുന്നത്. പക്ഷെ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള 2 ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ക്യാരറ്റാണ്. ഇത് ഞാനിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ ഇട്ടിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധാ ഒരു പാത്രത്തിൽ ഇട്ടിട്ടും വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് കുക്കറിലിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ക്യാരറ്റ് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് പോണത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ള മിൽക്ക് മെയ്ഡിൽ മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ആവശ്യത്തിനുള്ളത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വാനില എസൻസും ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്യുമ്പോഴാണ്. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ക്യാരറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും വെള്ളമില്ലാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഈ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാൻ എടുക്കുമ്പോൾ ഇതുപോലൊരു കുഴിയുള്ള പാൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഈ പാത്രത്തിലേക്ക് ഇനി 3 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗീ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കാഷ്യൂം കിസ്മിസ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് ക്യാരറ്റ് പോള ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് രണ്ടും വറുത്തെടുത്തതിന് ശേഷം അതേ പാനിൽ തന്നെ ഒരു പിടി തേങ്ങയും കൂടെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. എനിക്കിതിൽ കുറച്ച് നെയ്യിൻ്റെ കുറവ് തോന്നിയുണ്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഇതാ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാരറ്റ് പോള ഉണ്ടാക്കുന്ന ഗ്യാസുമ്മ ഇതുപോലെ ഒരു പഴയ ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. അടി കരിഞ്ഞു പോവാതിരിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ തേങ്ങ ഒക്കെ വറുത്തെടുത്ത അതേ പാത്രം തന്നെ ഈ ഫ്രൈ പാനിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ പോള ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ക്യാരറ്റിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ കാൽഭാഗം മാത്രമേ കുക്കായിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂം കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസ് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ഇതുപോലെ ഒന്ന് എല്ലാ സൈഡിലേക്കും ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് വീണ്ടും കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 15 to 30 മിനിറ്റ്സ് വരെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റിന് ശേഷം നമ്മളുടെ ക്യാരറ്റ് പോള കുക്ക് ആയിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഫോർക്കോ കത്തി എങ്ങനെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. ക്യാരറ്റ് പോള ഇപ്പോൾ ഇവിടെ നല്ലോണം കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ക്യാരറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് ചൂടോടെ കഴിക്കുകയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചും കഴിക്കാം. ഇതുപോലെ തേങ്ങ ഒക്കെ വറുത്തിട്ടുകൊണ്ട് തന്നെ അത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.